ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലും ഒരേ സമയം വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും തളരാത്ത ഇറാന്റെ ദൃശ്യങ്ങളാണ് 2026 തുടക്കത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസൈലുകളെക്കാളും ബോംബുകളെക്കാളും വലിയ ആയുധം ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെ മനോവീര്യമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ടെഹ്റാനിലെ തെരുവുകളിൽ നിന്നും പുറത്തു വരുന്നത്. യുദ്ധം വെറും സൈനിക നീക്കങ്ങൾക്കപ്പുറം ഒരു വലിയ സൈക്കോളജിക്കൽ വാർഫെയറിലേക്ക് മാറിയിരിക്കുന്നു. അമേരിക്കൻ ബോംബറുകൾ ഇറാന്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ തങ്ങൾ ഭൂഗർഭ അറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണെന്ന പെന്റഗണിന്റെ വാദങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ഇറാൻ ഭരണകൂടം തെരുവിലിറങ്ങിയത്. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാരിജാനി എന്നിവർ യാതൊരു സൈനിക അകമ്പടിയുമില്ലാതെ ടെഹ്റാനിലെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പോലും അമ്പരപ്പിച്ചു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവകാശപ്പെട്ടത് ഇറാന്റെ നേതൃത്വം ജീവഭയത്താൽ ഒളിവിലാണെന്നായിരുന്നു. എന്നാൽ ജനങ്ങളോട് സംസാരിച്ചും അവർക്കൊപ്പം സെൽഫി എടുത്തും മുന്നോട്ട് നീങ്ങിയ ഇറാൻ നേതാക്കളുടെ ദൃശ്യങ്ങൾ ഈ വാദങ്ങളുടെ മുനയൊടിച്ചു. ഞങ്ങളുടെ നേതാക്കൾ ജനങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളുടെ നേതാക്കൾ എപ്സ്റ്റീൻ ദ്വീപിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന അലി ലാരിജാനിയുടെ ചോദ്യം പാശ്ചാത്യ രാഷ്ട്രീയ നേതൃത്വത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. മരണത്തെ ഭയപ്പെടാത്ത ഒരു ജനതയും നേതൃത്വത്തെയും കീഴടക്കുക അസാധ്യമാണെന്ന് ഈ ദൃശ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. യുദ്ധകളത്തിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാതെ വന്നതോടെ അമേരിക്ക പുതിയൊരു തന്ത്രവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് $10 ദശലക്ഷം പ്രതിഫലം പ്രഖ്യാപിച്ച അമേരിക്കയുടെ നടപടി വലിയ പരിഹാസത്തിനാണ് വഴി തുറന്നത്.